ഫാന്റാസ്റ്റിക് ഫോർ വീഡിയോയുടെ രണ്ടാം ഭാഗത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യ ഭാഗം കണ്ടതിന് ശേഷം മാത്രം ഈ ഭാഗം കാണാൻ ശ്രമിക്കുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ാണ് ഫാന്റാസ്റ്റിക് ഫോറിൻ്റെ രണ്ടാം ഭാഗമായ ഫാന്റാസ്റ്റിക് ഫോർ റൈസ് ഓഫ് സിൽവർ സർഫർ റിലീസ് ചെയ്തത്. ഔട്ടർ സ്പേസിൽ നിന്നും ഭൂമിയിലേക്ക് വന്ന ഒരു നിഗൂഢ വസ്തു അന്തരീക്ഷത്തിൽ അസാധാരണമായ വ്യതിയാനങ്ങൾ സൃഷ്ടിക്കുന്നു. US മിലിറ്ററി ഇതിനെക്കുറിച്ചറിയാൻ റീഡിൻ്റെ സഹായം തേടുന്നു. റീഡിൻ്റെയും സൂവിൻ്റെയും വിവാഹ സമയത്ത് ന്യൂയോർക്കിൽ നിഗൂഢ വസ്തുവിൻ്റെ സാന്നിധ്യം റീഡിൻ്റെ സിസ്റ്റം തിരിച്ചറിയുന്നു. ജോണി ആ നിഗൂഢ വസ്തുവിനെ പിന്തുടരുകയും അത് സിൽവർ സർഫർ ആണെന്ന് മനസ്സിലാക്കുകയും ചെയ്യുന്നു. ഔട്ടർ സ്പേസിൽ വെച്ച് ജോണിയും സിൽവർ സർഫറും കോണ്ടാക്റ്റിൽ വരുന്നു. ഭൂമിയിലെത്തിയ ജോണിയെ സൂ തൊട്ടതും അവരുടെ പവേഴ്സ് സ്വാപ്പ് ചെയ്യപ്പെടുന്നു. റീഡിൻ്റെ പരിശോധനയിൽ ജോണിയുടെ കോശങ്ങളിൽ അസാധാരണമായ മാറ്റങ്ങൾ കാണുന്നു. സിൽവർ സർഫറുമായുള്ള കോണ്ടാക്റ്റിലാണ് ജോണിക്ക് ഈ പവർ സ്വാപ്പിംഗ് എബിലിറ്റി കിട്ടിയതെന്ന് അവർ മനസ്സിലാക്കുന്നു. സിൽവർ സർഫ് ഇതിനു മുമ്പെത്തിയ പ്ലാനറ്റ്സ് എല്ലാം നശിച്ച് നാമാവശേഷമായിട്ടുണ്ടെന്ന് റീഡ് കണ്ടെത്തുന്നു. ലണ്ടനിൽ സർഫറിൻ്റെ സാന്നിധ്യം കണ്ടെത്തിയ ഫാന്റാസ്റ്റിക് ഫോർ അവിടെ എത്തി വലിയൊരു അപകടം ഒഴിവാക്കുന്നു. ആദ്യ ഭാഗത്തിലെ വില്ലനായ വിക്ടർ വാൻഡും മിലിറ്ററിയുമായുള്ള പ്രത്യേക ധാരണയിൽ ഫാന്റാസ്റ്റിക് ഫോറിനെ സഹായിക്കാനെത്തുന്നു. സിൽവർ സർഫർ ലത്വേരിയയിലേക്ക് വന്നപ്പോൾ ഉണ്ടായ ഊർജ്ജ വ്യതിയാനത്താൽ വിക്ടർ ഫ്രീസ്ഡ് കണ്ടീഷനിൽ നിന്നും മുക്തി നേടിയിരുന്നു. സർഫറിൻ്റെ മെയിൻ പവർ അതിൻ്റെ ബോർഡിലാണെന്ന് മനസ്സിലാക്കുന്ന റീഡ് സർഫറിനെ ബോർഡിൽ നിന്നും സെപ്പറേറ്റ് ചെയ്യാൻ ഒരു മെഷീൻ ഉണ്ടാക്കുന്നു. ബ്ലാക്ക് ഫോറസ്റ്റിൽ വെച്ചുള്ള കണ്ടുമുട്ടലിൽ സിൽവർ സർഫർ സൂവിനോട് താനല്ല ഭൂമിയെ നശിപ്പിക്കാൻ ശ്രമിക്കുന്നതെന്ന് പറയുന്നു. അതേസമയം മിലിറ്ററിയും റീഡും തമ്മിൽ ചേർന്നുള്ള കമ്പൈൻഡ് ഓപ്പറേഷനിൽ സർഫർ ബോർഡിൽ നിന്നും സെപ്പറേറ്റ് ആവുകയും മിലിറ്ററി സർഫറിനെ കീഴടക്കി തടവിലാക്കുന്നു. കസ്റ്റഡിയിലുള്ള സർഫറുമായി സൂ രഹസ്യമായി സംസാരിക്കുന്നു. സിൽവർ സർഫർ താൻ ഗാലക്ടസിൻ്റെ അടിമയാണെന്നും ഗാലക്ടസിന് ജീവൻ നിലനിർത്താൻ ഗ്രഹങ്ങളെ കൺസ്യൂം ചെയ്യണമെന്നും തൻ്റെ ഗ്രഹത്തെ ഗാലക്ടസ് നശിപ്പിക്കാതിരിക്കാനാണ് താൻ ഇതിന് കൂട്ടുനിൽക്കുന്നതെന്നും സൂവിനോട് പറയുന്നു. ഇതേസമയം ഡൂം തൻ്റെ പാഡ് ഡിവൈസ് ഉപയോഗിച്ച് സിൽവർ സർഫറിൻ്റെ ബോർഡ് ഹാക്ക് ചെയ്യുകയും മിലിറ്ററിയെ ആക്രമിച്ച് ചൈനയിലേക്ക് കടന്നു കളയുകയും ചെയ്യുന്നു. ഫാന്റാസ്റ്റിക് ഫോർ സിൽവർ സർഫറിനെ മോചിപ്പിക്കുകയും ചൈനയിൽ വെച്ച് ഡൂമിനെ നേരിടുകയും ചെയ്യുന്നു. ജോണി തൻ്റെ പുതിയ സ്വാപ്പിംഗ് പവർ ഉപയോഗിച്ച് മറ്റു ഹീറോസിൻ്റെ ശക്തികൾ കമ്പൈൻ ചെയ്ത് ഡൂമിനെ പരാജയപ്പെടുത്തുന്നു. ഇതിനിടയിൽ സൂവിന് കുത്തേൽക്കുന്നു. ഈ സമയം ഗലാക്ടസ് ഭൂമിയെ ലക്ഷ്യമാക്കി വരുന്നു. സർഫർ തൻ്റെ ബോർഡിൻ്റെ ശക്തി ഉപയോഗിച്ച് സൂവിനെ രക്ഷപ്പെടുത്തുന്നു. ജോണിയുടെ സഹായത്തോടെ സർഫർ ഔട്ടർ സ്പേസിലേക്ക് പോവുകയും ഒരു ഭീമമായ വിസ്ഫോടനത്തിന് ശേഷം ഗലാക്ടസ് അപ്രത്യക്ഷമാവുകയും ചെയ്യുന്നു. ജോണിയുടെ പവർ സ്വാപ്പിംഗ് എബിലിറ്റി നഷ്ടപ്പെടുകയും ഒടുവിൽ റീഡും സൂവും ജപ്പാനിൽ വെച്ച് വിവാഹിതരാകുകയും ചെയ്യുന്നു. മിഡ് ക്രെഡിറ്റ് സീനിൽ സർഫർ മരിച്ചിട്ടില്ലെന്ന് കാണിക്കുന്നുണ്ട്. പിന്നീട് 2015 20th സെഞ്ച്വറി സ്റ്റുഡിയോസിൻ്റെ പ്രൊഡക്ഷനിൽ ടീനേജ് കാസ്റ്റിൽ ഫാന്റാസ്റ്റിക് ഫോർ ഇറങ്ങുന്നത്. മിസ്റ്റർ ഫാന്റാസ്റ്റിക്കായി മൈൽസ് ടെല്ലറും ഹ്യൂമൻ ടോർച്ചായി മൈക്കൽ ജോർദാനും സൂ സ്റ്റോമായി കേറ്റ് മാരയും ബെൻ ഗ്രിമ്മായി ജേമി ബെല്ലും വിക്ടറായി ടോബി കബെല്ലും വേഷമിടുന്നു. ഇനി കഥയിലേക്ക് വന്നാൽ റീഡിൻ്റെയും ബെന്നിൻ്റെയും സയൻസിലുള്ള താല്പര്യം പ്രൊഫസർ ഫ്രാങ്ക്ലിൻ സ്റ്റോം തിരിച്ചറിയുന്നു. ഇരുവരെയും ഡോക്ടർ അലൻ്റെ ലാബിൽ എത്തിക്കുകയും ലാബിൽ വെച്ച് സൂവിനെയും ജോണിയെയും വിക്ടറിനെയും പരിചയപ്പെടുന്നു. ഡോക്ടർ അലൻ്റെ നേതൃത്വത്തിൽ ഇവർ 5 പേരെയും പ്ലാനറ്റ് സീറോ എന്ന പാരലൽ ഡയമെൻഷനിലേക്ക് അയക്കുന്നു. റീഡ് നിർമ്മിച്ച ക്വാണ്ടം ഗേറ്റ് ഉപയോഗിച്ച് അവർ പ്ലാനറ്റ് സീറോയിൽ എത്തുന്നു. വിക്ടർ പച്ച നിറത്തിലുള്ള ലായനിയെ സ്പർശിച്ചതും പ്ലാനറ്റ് സീറോ കുലുങ്ങാൻ തുടങ്ങുന്നു. സൂ അവരെ തിരിച്ചു കൊണ്ടുവരാൻ ശ്രമിക്കുകയും വിക്ടർ അതിനിടയിൽ പ്ലാനറ്റ് സീറോയിൽ ട്രാപ്പാവുകയും ചെയ്യുന്നു. ക്വാണ്ടം ഗേറ്റ് പൊട്ടിത്തെറിച്ച് അവർക്ക് 4 പേർക്കും സൂപ്പർ ഹീറോ എബിലിറ്റി ലഭിക്കുന്നു. മിസ്റ്റർ ഫാന്റാസ്റ്റിക്, ഇൻവിസിബിൾ വുമൻ, ഹ്യൂമൻ ടോർച്ച് ആൻഡ് ദി തിങ്. അവർ 4 പേരെയും US ഗവൺമെൻറ് കസ്റ്റഡിയിൽ വെക്കുന്നു. എന്നാൽ റീഡ് ഇതിനുള്ള ക്യൂർ കണ്ടെത്താൻ കസ്റ്റഡിയിൽ നിന്നും രക്ഷപ്പെടുന്നു. 1 വർഷത്തിന് ശേഷം റീഡ് തൻ്റെ പവർ കൺട്രോൾ ചെയ്യാനുള്ള സ്യൂട്ട് ഡെവലപ്പ് ചെയ്യുന്നു. US മിലിറ്ററി റീഡിനെ കണ്ടെത്തുകയും ബെന്നിൻ്റെ സഹായത്തോടെ റീഡിനെ കസ്റ്റഡിയിലെടുക്കുകയും ചെയ്യുന്നു. സൂവും ജോണിയും
മിലിറ്ററിയെ സഹായിക്കുകയാണെന്ന് റീഡ് മനസ്സിലാക്കുന്നു. ക്വാണ്ടം ഗേറ്റ് നിർമ്മിച്ചാൽ ക്യൂർ കണ്ടെത്താൻ സഹായിക്കാമെന്ന് ഡോക്ടർ ആലൻ റീഡിനെ അറിയിക്കുന്നു. റീഡ് ക്വാണ്ടം ഗേറ്റ് നിർമ്മിക്കുകയും ഡോക്ടർ ആലൻ്റെ ഒരു സംഘം സയൻറ്റിസ്റ്റുകൾ പ്ലാനറ്റ് സീറോയിൽ എത്തുകയും അവിടെ വെച്ച് വിക്ടറിനെ കാണുകയും ചെയ്യുന്നു. വിക്ടറിനെ അവർ ഭൂമിയിലേക്ക് കൊണ്ടുവരുന്നു. ഭൂമിയിലെത്തിയ ശേഷം ബോധം വീണ്ടെടുത്ത വിക്ടർ തൻ്റെ പുതിയ പ്ലാനറ്റ് നിലനിർത്താൻ ഭൂമി നശിക്കണമെന്ന് വിശ്വസിക്കുന്നു. അവിടെയുള്ള മിലിറ്ററി ഉദ്യോഗസ്ഥരെയും ഡോക്ടർ ആലൻ, ഫ്രാങ്ക്ലിൻ സ്റ്റോം തുടങ്ങിയ സയൻറ്റിസ്റ്റുകളെയും കൊന്ന ശേഷം വിക്ടർ ഫാന്റാസ്റ്റിക് ഫോറിനൊപ്പം പ്ലാനറ്റ് സീറോയിലേക്ക് പോകുന്നു. വിക്ടർ ക്വാണ്ടം ഗേറ്റ് ഉപയോഗിച്ച് ഒരു പോർട്ടൽ നിർമ്മിച്ച് ഭൂമിയിലെ റിസോഴ്സസ് മുഴുവൻ തൻ്റെ പുതിയ പ്ലാനറ്റിലേക്ക് കൊണ്ടുപോകുന്നു. ഫാന്റാസ്റ്റിക് ഫോറുമായുള്ള ഫൈറ്റിൽ ബെൻ വിക്ടറിനെ പോർട്ടലിലേക്ക് അടിച്ചു കയറ്റുകയും ജോണി പോർട്ടൽ ക്ലോസ് ചെയ്യുകയും ചെയ്യുന്നു. വലിയൊരു വിപത്തിൽ നിന്നും ഭൂമിയെ രക്ഷിച്ച ഫാന്റാസ്റ്റിക് ഫോറിനെ ഗവൺമെൻറ് അഭിനന്ദിക്കുകയും അവർക്ക് വർക്ക് ചെയ്യാൻ ഒരു ലാബ് ഫെസിലിറ്റി ഒരുക്കുകയും ചെയ്യുന്നു. ഇനി നമ്മുടെ പ്രസന്റ് MCU ടൈമിലേക്ക് വന്നാൽ, ഡിസ്നി ഫാന്റാസ്റ്റിക് ഫോറിൻ്റെ റൈറ്റ്സ് ഏറ്റെടുത്തതിന് ശേഷം ഡോക്ടർ സ്ട്രേഞ്ച് ഇൻ മൾട്ടിവേഴ്സ് ഓഫ് മാഡ്നസ് എന്ന സിനിമയിലാണ് ആദ്യമായി ഒരു ഫാന്റാസ്റ്റിക് ഫോർ കഥാപാത്രം വന്നത്. ആ പടത്തിൽ മിസ്റ്റർ ഫാന്റാസ്റ്റിക്കായി വേഷമിട്ടത് ഓഫീസ് സീരീസിലൂടെ പ്രശസ്തനായ ജോൺ ക്രസിൻസ്കിയാണ്. പടത്തിൽ വാണ്ട മിസ്റ്റർ ഫാന്റാസ്റ്റിക്കിനെ കൊല്ലുകയും ചെയ്തു. പിന്നീട് 2024 പുറത്തിറങ്ങിയ ഡെഡ്പൂൾ ആൻഡ് വോൾവറിൻ പടത്തിൽ ഹ്യൂമൻ ടോർച്ചായി ക്രിസ് എവൻസ് എത്തുകയും ആ പടത്തിൽ തന്നെ ഹ്യൂമൻ ടോർച്ച് മരിക്കുകയും ചെയ്തു. ഇനി നമുക്ക് പുതിയ ഫാന്റാസ്റ്റിക് ഫോറിനെ പരിചയപ്പെടാം. ഗെയിം ഓഫ് ത്രോൺസ്, ദി ലാസ്റ്റ് ഓഫ് us സീരീസുകളിലൂടെ പ്രശസ്തനായ പെഡ്രോ പാസ്കലാണ് ഈ ഫാന്റാസ്റ്റിക് ഫോറിൽ മിസ്റ്റർ ഫാന്റാസ്റ്റിക്കായി അഭിനയിക്കുന്നത്. മിഷൻ ഇമ്പോസിബിൾ, ഫാസ്റ്റ് ആൻഡ് ഫ്യൂരിയസ് ഫ്രാഞ്ചൈസികളിലൂടെ പ്രശസ്തയായ വെനസ കെർബിയാണ് ഇൻവിസിബിൾ വുമനായി വേഷമിടുന്നത്. സ്ട്രേഞ്ചർ തിങ്സ് സീരീസിൽ എഡ്ഡി മൺസൺ എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ച ജോസഫ് ക്യൂനാണ് ഹ്യൂമൻ ടോർച്ചായി എത്തുന്നത്. എബോൺ ബക്രാക്ക് ദ തിങ് ആയും വേഷമിടുന്നു. ഈ യൂണിവേഴ്സിൽ ഫീമെയിൽ വെർഷനായി വരുന്ന സിൽവർ സർഫർ കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത് ഒസാർക്ക് TV സീരീസിലൂടെ പ്രശസ്തയായ ജൂലിയ ഗാർണറാണ്. ഗെയിം ഓഫ് ത്രോൺസ് ആക്ടറായ റാൽഫ് ഫിൻസനാണ് ഗലാക്ടസ് ആയി വേഷമിടുന്നത് എന്നാണ് റൂമേഴ്സ്. 1960s കാലഘട്ടത്തിൽ നടക്കുന്ന ഈ കഥയിൽ സൂപ്പർ പവർ ലഭിച്ചതിന് ശേഷമുള്ള ഫാന്റാസ്റ്റിക് ഫോറിനെയാണ് കാണാനാവുക എന്നാണ് ഇതിനകം ഇറങ്ങിയ ട്രെയിലറുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത്. മുമ്പിറങ്ങിയ ഫാന്റാസ്റ്റിക് ഫോറിൽ ഗലാക്ടസ് എന്ന വില്ലൻ കഥാപാത്രത്തെ മേഘങ്ങൾ കൊണ്ട് മൂടിയ ഒരു രൂപത്തിനപ്പുറം ഒരു വ്യക്തമായ രൂപത്തിൽ കാണിച്ചിട്ടില്ല. എന്നാൽ പുതിയ ട്രെയിലറുകളിൽ ഗലാക്ടസിൻ്റെ ബോഡി പാർട്സ് കെട്ടിടങ്ങളെക്കാൾ വലുപ്പത്തിലുള്ളതായി കാണിക്കുന്നുണ്ട്. ഈ പടത്തിൽ ഭൂമിയെ നശിപ്പിക്കുന്നതിൽ നിന്നും പിന്മാറാൻ ഗലാക്ടസ് ഒരു ഡിമാൻഡ് വെക്കുന്നുണ്ട്. വിവാഹശേഷം പ്രഗ്നൻ്റ് ആയ സൂ സ്റ്റോമിൻ്റെ ടൈം പീരീഡ് ആയിരിക്കും ഇതിലെ മെയിൻ കാലഘട്ടം. കോമിക്സ് പ്രകാരം ഇവർക്ക് ജനിക്കുന്ന കുട്ടി സൂപ്പർ പവർ ഉള്ള ഒരു മ്യൂട്ടൻ്റ് ആയിരിക്കും. ഫ്രാങ്ക്ലിൻ എന്നായിരിക്കും ഈ കുട്ടിയുടെ പേര്. ഗലാക്ടസിനെ വളരെ പവർഫുള്ളായ വില്ലനായാണ് ഇതിൽ അവതരിപ്പിച്ചിട്ടുള്ളത് എന്ന് ഈ സീനിൽ നിന്ന് നമുക്ക് വ്യക്തമാണ്. ഗലാക്ടസ് ഭൂമിയിലെത്തി ഫാന്റാസ്റ്റിക് ഫോറിനെതിരെ ഫൈറ്റ് ചെയ്യുന്നത് ഈ ട്രെയിലറിൽ കാണിക്കുന്നുണ്ട്. ഹെർബി എന്ന പേരുള്ള റോബോട്ടിനെയും ഇതിൽ ഫാന്റാസ്റ്റിക് ഫോറിൻ്റെ ടീമിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഫീമെയിൽ വെർഷനിൽ വരുന്ന സിൽവർ സർഫർ ഇതിൽ തുടക്കത്തിൽ ഗലാക്ടസിൻ്റെ കൂടെയാണെങ്കിലും മുമ്പിറങ്ങിയ പടങ്ങളിലേതുപോലെ പിന്നീട് ഫാന്റാസ്റ്റിക് ഫോറിനൊപ്പമായിരിക്കുമെന്നാണ് കരുതുന്നത്. ഫാന്റാസ്റ്റിക് ഫോർ മറ്റൊരു മോൺസ്റ്ററുമായി ഇതിൽ ഫൈറ്റ് ചെയ്യുന്നതായി കാണിക്കുന്നുണ്ട്. കോമിക്സ് പ്രകാരം ഇതിൻ്റെ പേര് ജിഗാൻഡോ എന്നാണ്. തണ്ടർബോൾട്ട് സ്പോയിലർ അലേർട്ട്. കഴിഞ്ഞ മെയ് മാസം ഇറങ്ങിയ തണ്ടർബോൾട്ട് സിനിമയുടെ പോസ്റ്റ് ക്രെഡിറ്റ് സീനിൽ ഫാന്റാസ്റ്റിക് ഫോറിൻ്റെ സ്പേസ്ഷിപ്പ് വരുന്നതിൻ്റെ സാറ്റലൈറ്റ് വിഷ്വൽസ് കാണിക്കുന്നുണ്ട്. ഗലാക്ടസിൽ നിന്നും രക്ഷപ്പെട്ടു വരുന്ന ഫാന്റാസ്റ്റിക് ഫോർ ആണോ അതോ ഡോക്ടർ ഡൂമിൽ നിന്നും രക്ഷപ്പെട്ടു വരുന്ന ഫാന്റാസ്റ്റിക് ഫോർ ആണോ എന്നറിയാൻ 25-ാം തീയതി വരെ നമ്മൾ കാത്തിരിക്കണം. നിലവിൽ ലഭിക്കുന്ന റിപ്പോർട്ട്സ് പ്രകാരം ഫാന്റാസ്റ്റിക് ഫോറിന് 2 പോസ്റ്റ് ക്രെഡിറ്റ് സീൻ ഉണ്ടായിരിക്കും. ഇതിലൊന്ന് ഒരു കോമഡി പാർട്ടാണെങ്കിൽ മറ്റേത് അവെഞ്ചേഴ്സ് ഡൂംസ്ഡേയിലേക്കുള്ള ഒരു കണക്റ്റിംഗ് പാർട്ടാണെന്നാണ് വിവരം. ഈ ഡൂംസ്ഡേ റഫറൻസ് പോസ്റ്റ് ക്രെഡിറ്റ് സീൻ സംവിധാനം ചെയ്തിരിക്കുന്നത് അവെഞ്ചേഴ്സ് എൻഡ് ഗെയിമിൻ്റെ സംവിധായകരായ റൂസോ ബ്രദേഴ്സാണ്. ഡൂംസ്ഡേയുടെ പ്രൊഡക്ഷൻ വർക്കിനിടയിൽ ഷൂട്ട് ചെയ്ത ഈ ഭാഗത്തിൽ
ഒരുപാട് എക്സൈറ്റിംഗ് എലമെൻറ്റ്സ് നമുക്ക് പ്രതീക്ഷിക്കാം. ഡോക്ടർ ഡൂമായി റോബർട്ട് ഡൗണി ജൂനിയറിനെ ആദ്യമായി ഈ പടത്തിലെ പോസ്റ്റ് ക്രെഡിറ്റ് സീനിലൂടെ അവതരിപ്പിക്കുമോ എന്നാണ് ആരാധകർ ഉറ്റുനോക്കുന്നത്. എന്താണ് പുതിയ ഫാന്റാസ്റ്റിക് ഫോറിനെ കുറിച്ചുള്ള നിങ്ങളുടെ പ്രതീക്ഷകൾ? കമൻറ്റിൽ രേഖപ്പെടുത്തുമല്ലോ. മറ്റൊരു വീഡിയോയുമായി മറ്റൊരു ദിവസം കാണുന്നതുവരെ ഇറ്റ്സ് മീ മല്ലു സിനിഫൈൽ.